ഹായ് കൂട്ടുകാരെ, അപ്പൊ നമ്മളെ 8 ഡിഷ് ചാലഞ്ചിലെ സെക്കൻഡ് ഡിഷായ സ്പെഷ്യൽ അവക്കാഡോ ടോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഏതൊരു യുദ്ധത്തിന് മുന്നേയും ആയുധം മൂർച്ചയാക്കണം, അത് മസ്റ്റ് ആണല്ലോ. ഐശ്വര്യമായിട്ട് ചിരിച്ചുകൊണ്ട് തുടങ്ങണം എന്ന് വിചാരിച്ച് ഞങ്ങള് ഈ ഒരു ഉള്ളി മുറിച്ചിട്ട് കരഞ്ഞോണ്ടാണ് തുടങ്ങിയത്. എന്നാലും അത് മൈൻഡാക്കിയിട്ടില്ല. ഇതിങ്ങനെ തിൻ സ്ലൈസ് ആയിട്ട് കുനുകുനേന്നരിഞ്ഞു. പിന്നെ അടുത്തത് നമ്മൾ 6 ഗാർലിക് ക്ലോവ്സ് എടുത്തു, അതും അരിഞ്ഞു. ഇതാണ് നമ്മുടെ ഇന്നത്തെ നായകൻ. അവക്കാഡോ എത്തിയല്ലോ. അതാ എൻ്റെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ ഒരു സുഖമുണ്ടല്ലോ. ഇനി ഇത് മുറിക്കുന്നതുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ പിടിച്ചൊരു പരിപാടി കേട്ടോ. നിങ്ങൾ നോക്കി, ആദ്യം നടുവിലേക്കൂടി കത്തിയിട്ട് അങ്ങനെ മുറിച്ച്, പിന്നെ ഒരു ചെറിയ ട്വിസ്റ്റ് കൊടുത്ത് 2 സൈഡായതിനു ശേഷം നമുക്ക് ആ കത്തി വെച്ച് ആ കുരുവിനൊന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുത്ത് അതും കളയാം. പിന്നെ വരയിടലോട് വരയിടലാണ്, ചറപര വരയിടൽ. ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായ വേറെ വേറെ വരകളിട്ട് ഞാനിതിൻ്റെ മുകളിൽ നിന്ന് വെക്കുവാറൊരു താജ്മഹൽ പണി. പിന്നെ ഇതാ നല്ല നൈസായിട്ട് അങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ കഷ്ണത്തിൻ്റെ പരിപാടി തീർന്നു. ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത കഷ്ണം എടുക്കുക, വരവരേന്ന് വരയുക, ഇതേപോലെ സ്കൂപ്പ് ചെയ്തെടുക്കുക. പിന്നെ ഈ അവക്കാഡോ എന്ന് പറയുന്നത് ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ വാഴുന്ന ആളാണ്. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതാണ് കേട്ടോ. ഗുഡ് ഫാറ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനെക്കൊണ്ട് പല പല ഡിഷസും ഉണ്ട്. ഇതിപ്പോൾ എന്തായാലും ടോസ്റ്റാണ് കേട്ടോ. ഇനി ഞാൻ മുറിച്ചെടുത്ത അവക്കാഡോ നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമുക്കിനി കുറച്ച് ക്യുക്കുംബറൊക്കെ ആവശ്യമുണ്ട്, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. അതുപോലെ ഒരു ഹാഫ് ലെമൺ എടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം കേട്ടോ. ഈ 2 കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യാം. അതിനുശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നന്നായിട്ട് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അവക്കാഡോയിലേക്ക് എന്തൊക്കെ ഇടുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പിട്ടു, അത് നമ്മളുടെ ആവശ്യാനുസരണം. ഞങ്ങൾക്ക് അത്ര ഉപ്പ് വേണ്ട, അപ്പം വളരെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. അടുത്തായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഗരം മസാലയാണ് കേട്ടോ. അതൊരു ഏകദേശം 1 ടീസ്പൂൺ. ഞാൻ അളന്നിട്ടല്ല ഇട്ടത്, പക്ഷേ ഒരു 1 ടീസ്പൂൺ മതിയാവും. 1 ടീസ്പൂൺ ഗരം മസാലയുടെ ശേഷം കുറച്ച് പെപ്പർ വേണ്ടവർക്ക് ഇടാം, ഞാൻ ഇന്നിട്ടിട്ടില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ സ്ക്വീസ് ചെയ്ത് വെച്ച ലെമൺ ജ്യൂസാണ്. അത് ഫുൾ ഒഴിക്കണം എന്നില്ല, ഫുൾ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒഴിച്ചു. പിന്നെ നമുക്കിനി നെക്സ്റ്റ് ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മളുടെ കൊറിയാണ്ടർ പൗഡർ. ഇത് നിങ്ങൾ വെറൈറ്റി അല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ അവക്കാഡോ ടോസ്റ്റിൽ കൊറിയാണ്ടോ പൗഡർ, അതാണ് പറഞ്ഞത്. ഇതൊരു ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള വേർഷൻ ഓഫ് അവക്കാഡോ ടോസ്റ്റാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. എല്ലാം കൂടി കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത അവക്കാഡോ നമുക്കിനി മാറ്റി വയ്ക്കാം. അധിക നേരം വെക്കാൻ പറ്റില്ല കേട്ടോ, കാരണം അതിനൊരു ബ്രൗൺ നിറം വരും. അപ്പോൾ അത് ആയതിനു ശേഷം നമ്മളിനി എന്ത് ചെയ്യാം, നമുക്കൊരിത്തിരി അൺസോൾട്ടഡ് ബട്ടർ എടുക്കാം. ആ ബട്ടറിനെ നന്നായിട്ട് മെൽറ്റ് ചെയ്യണം. ഇത്രയ്ക്കൊന്നും നമ്മൾ ശരിക്കും പറഞ്ഞാൽ മെൽറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അത് മെൽറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് കഥയിലെ ട്വിസ്റ്റ്. എന്താണ് ട്വിസ്റ്റ്? നമ്മളിതിലൊരു സ്പെഷ്യൽ ലെയർ ചേർക്കുന്നുണ്ട് ഈ ഒരു സാൻഡ്വിച്ചിൽ. എന്താണത്? മിൻറ്റ് കൊറിയാണ്ടർ ചട്നി. എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ? ആദ്യം അതിന് വേണ്ടത് കുറച്ച് പുതിനയില, പിന്നെ മല്ലിയില. പുതിനയിലയ്ക്ക് ശേഷം മല്ലിയില ഏകദേശം പുതിനയിലേൻ്റെ ഡബിൾ എമൗണ്ട് വേണം, എന്നാലേ ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ഒരു 2 ഗാർലിക് നന്നായിട്ട് മിൻസ് ചെയ്തതും, പിന്നെ അതുകൂടാതെ ഒരു 1/2 കപ്പ് തേങ്ങ. ഇത്രയാണ് നമ്മുടെ ചട്നി. ഇതെല്ലാം കൂടി നമ്മൾ അരക്കല്ലിലിട്ട്, അരക്കല്ലില്ല കേട്ടോ, മിക്സി മതി. മിക്സിയിലാണെങ്കിൽ എന്താ, ചട്നി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് കുറച്ച് അവക്കാഡോ ഓയിൽ എടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂൺ അവക്കാഡോ ഓയിൽ എടുത്തിട്ട് ഇത്തിരി ചൂടായ പാനിലേക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് മിൻസ്ഡ് ഗാർലിക് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ എടുത്തതിൽ ബാക്കി 4 ഉണ്ടാവുമല്ലോ, ആ 4 മിൻസ്ഡ് ഗാർലിക്കും ഇതിനകത്തേക്ക് ഇട്ടിട്ട് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ഒരുപാട് കരിയൊന്നും വേണ്ട. കരിയുന്നതിന് മുന്നേ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇത് താല്പര്യം ഉണ്ടെങ്കിൽ മതി കേട്ടോ, പക്ഷെ നല്ലൊരു ടേസ്റ്റ് തരും. അതൊന്ന് കുറച്ചായി വരുമ്പോൾ നമുക്ക് കുനുകുനേ അരിഞ്ഞു വെച്ച ഉള്ളി കൂടി ആഡ് ചെയ്ത് കൊടുത്തേക്കാം. ഉള്ളി ആഡ് ചെയ്തിട്ട് ലേശം ഉപ്പിട്ടാൽ വേഗമാവും എന്നാണ് പ്രമാണം. എന്തെങ്കിലും ആവട്ടെ അത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കാരമലൈസിങ്. സേഷൻ വേണ്ട കേട്ടോ, കാരമലൈസിങ് മതി. കാരമലൈസ്ഡ് അണിയൻ റെഡി ആയല്ലോ. അപ്പോൾ ആ ഒരു ഉള്ളി കംപ്ലീറ്റ് നല്ല കാരമലൈസ്ഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താണ് അടുത്ത പരിപാടി എന്നല്ലേ, മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടർ സിദ്ധാർത്ഥേട്ടൻ അതാ പെയിന്റ് അടിക്കുന്നുണ്ട് കേട്ടോ ബ്രെഡിലേക്ക്.
എല്ലാ ഭാഗത്തേക്കും എത്താനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് ഈ മെൽറ്റ് ചെയ്താലുള്ളൊരു ഗുണം. മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബട്ടർ എത്താൻ അത് സഹായിക്കും. അതുകൊണ്ടാണ് ഞങ്ങളത് മെൽറ്റ് തന്നെ ചെയ്തത് കേട്ടോ. അതിനുശേഷം നമ്മളിതാ ഗ്രില്ലിലേക്ക് എടുത്തു വെച്ചു, അടച്ചു. പിന്നെ ഒരു കാത്തിരിപ്പാണ്. അതെന്താ, നിങ്ങളുടെ സോപ്പ് സ്ലോ ആണോ? അല്ലല്ലോ, അതാ ഗ്രില്ലായല്ലോ, ഗ്രില്ല് റെഡിയായി. ഇനി നമ്മൾ ഫൈനലി നമ്മുടെ സാൻഡ്വിച്ച് ലെയർ ചെയ്യാൻ പോകണം കേട്ടോ. നമുക്ക് നോക്കിയാലോ. ആദ്യം ഒരു ബ്രെഡ് എടുത്തു. ഇത് ബട്ടർ ഉള്ള ഭാഗമാണ്, ഇത് ബട്ടർ ഇല്ലാത്ത ഭാഗം. നമുക്ക് ഈ ബട്ടർ ഇല്ലാത്ത ഭാഗത്തേക്ക് ഒരു ലെയർ ഓഫ് മിൻറ്റ് കൊറിയാൻഡർ ചട്നി തേച്ച് കൊടുക്കാം. ഇതിനെ തേക്കാൻ ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ, അതുകൊണ്ടാണ് നിങ്ങൾ ഈ ആ ഒരു സ്ട്രഗിൾ കാണുന്നത്. ക്യാമറ ഇല്ലാതെ ഞാനൊരു തേപ്പ് തേച്ചേനെ, പക്ഷെ എന്നാലും ഇതിപ്പോൾ ഇങ്ങനെ മെല്ലേക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ചട്നി ആയതുകൊണ്ടും തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ടും നിങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തേക്കുക. അതിനുശേഷം നമ്മൾ ഈ കാരമലൈസ്ഡ് അണിയൻ ഒരു ലെയർ വെക്കണം കേട്ടോ. ഇത് നമ്മളുടെ ഈ നെയ്ച്ചോറിൻ്റെയൊക്കെ മുകളിൽ വരുന്ന ഉള്ളിയില്ലേ, അത് തന്നെയാണ്. അതിന് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അത് ഈ ബ്രെഡിലൊക്കെ സാൻഡ്വിച്ചിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എത്ര പേര് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ തരും അത്. അതിനുശേഷം നമ്മൾ അടുത്ത ബ്രെഡ് എടുക്കുക. അതേപോലെ രണ്ട് സൈഡ്സിൽ ഒന്നിൽ ബട്ടർ ഉണ്ട്, മറ്റേതിൽ ബട്ടർ ഇല്ല. ബട്ടർ ഇല്ലാത്ത സൈഡിലേക്ക് നല്ലൊരു എമൗണ്ട് ഓഫ് അവക്കാഡോ എടുത്തിട്ട് നമ്മൾ ജാമൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് പോലെ തന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ കക്കിരിക്ക വെക്കുകയാണ് കേട്ടോ. ഒരു 3 കഷ്ണം കക്കിരിക്ക വെച്ചിട്ടുണ്ട്. പിന്നെ 2 പീസും ഒരുമിച്ച് വെച്ച് നന്നായിട്ട് അമർത്തി കൊടുക്കുക. അങ്ങനെ നമ്മളുടെ സ്പെഷ്യൽ ഇന്ത്യനൈസ്ഡ് അവക്കാഡോ ടോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പിന്നെ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചിപ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ ഞങ്ങൾ വെച്ചതുപോലെ. Caramelized onion, mint chutney, avocado with the garam masala and lemon. Yeah. Wow. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ദിസ് ഇസ് ബൈ ബൈ ഫ്രം Edie and Minnal.